ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി വിവിധ മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു. അല്ലാഹു അക്ബർ വിളിച്ചും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുഞ്ഞുങ്ങളെ കഴുത്തറുത്തുകൊന്നും അവരുടെ മൃതദേഹത്തോടു പോലും അനാദരവ് കാണിച്ച ഹമാസ് തീവ്രവാദികളെയാണ് കോഴിക്കോട് നടന്ന സോളിഡാരിറ്റി മൂവ്മെന്റിലെ നേതാക്കൾ പോരാളികളെന്ന് വിശേഷിപ്പിച്ചത്. പലസ്തീനിൽ ഹമാസ് നടത്തുന്നത് സ്വാതന്ത്ര്യസമര പോരാട്ടമാണെന്നും മരിച്ചു വീഴുന്നവർ രക്തസാക്ഷികളാണെന്നുമാണ് സോളിഡാരിറ്റിയുടെ വാദം. ഇന്ത്യയിലും സ്വാതന്ത്ര്യസമരം നടന്നിട്ടില്ലേ എന്നാണ് നേതാക്കളുടെ ചോദ്യം. നിങ്ങൾ ഹമാസിനെ പിന്തുണക്കുന്നവരെ തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട സംഘടനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടവർ ഷഹീദാണ്, രക്തസാക്ഷികളാണ്. എന്താ കുഴപ്പം? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നിട്ടില്ല. എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേൽ വധിച്ച ഹമാസ് തീവ്രവാദികളായ യഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും പ്രാർത്ഥനാ സംഗമത്തിൽ എത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ഹമാസ് തീവ്രവാദികളെ പുകഴ്ത്തിയും അവർക്ക് വീരപരിവേഷം നൽകാനുമാണ് പ്രാർത്ഥനാ സംഗമം നടത്തിയതെന്ന ആരോപണവും ഉയരുകയാണ്. ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ ഒരു വലിയ സമൂഹം തയ്യാറാണെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ചിലർ പറയുന്നു. ജനം, കോഴിക്കോട്.